കുഞ്ഞുങ്ങളെ, നമ്മളിന്ന് ജീവന് വേണ്ടി, ജീവന്റെ മൂല്യത്തിന് വേണ്ടി ഒരു ദിനം മാറ്റിവെക്കുകയാണ്. ഈ മാർച്ച് ഫോർ ലൈഫിൽ പങ്കാളിയാകാൻ സാധിക്കുന്നത് എനിക്ക് വേറെ സന്തോഷമുണ്ട്. കാരണം വലിയ ജനക്കൂട്ടങ്ങളെ ആകർഷിക്കാൻ സാധിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു സമ്മേളനമാണ്. പ്രോ ലൈഫും പറഞ്ഞുകൊണ്ടിരുന്നാൽ ആശുപത്രി കൂട്ടിപ്പോകുമെന്ന് പറഞ്ഞ ഒരു ഡോക്ടറെ എനിക്കറിയാം. പിതാവ് പറയുന്ന പ്രോ ലൈഫും കൊണ്ടൊക്കെ ഇരുന്നാൽ വലിയ പാട് ആശുപത്രിയൊക്കെ നടപ്പാൽ ആരും വരത്തില്ല, വേറെ പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞ പ്രോ ലൈഫും കൊണ്ടിരുന്നാൽ യോഗത്തിന് ആളെ കിട്ടാനും പാടാണ്. കാരണം ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടപ്പുള്ള കാര്യമാണോ? ഇതെല്ലാം കുറെ മണ്ടന്മാരുടെ കാര്യങ്ങളാണ്. ഈ പ്രോ ലൈഫ്, ജീവന് വേണ്ടി സംസാരിക്കുക. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിൽ വായിച്ചു, ഇന്ത്യയിലെ ഹരീഷ് റാണ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് ദയാവധം നടത്താനായിട്ട് കോടതി അനുവദിച്ചു. അത് വലിയ തലക്കെട്ടുകൾ നേടിയ ഒരു വാർത്തയാണ്. പക്ഷെ അതിന്റെ പിന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ സമൂഹം വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. അതിന് അതേ ആഴ്ച തന്നെ മറ്റൊരു പെൺകുട്ടി സ്പെയിനിലാണെന്ന് തോന്നുന്നു, അവളുടെ ആവശ്യപ്രകാരം അവൾക്ക് ദയാവധം അനുവദിച്ചു. പക്ഷെ അവളുടെ മാതാപിതാക്കൾ കേണു പറഞ്ഞു, അവളുടെ മകളെ അങ്ങനെ വധിക്കരുത്, ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം മകളെ, അവൾക്ക് അവളുടെ ജീവൻ എടുക്കരുത്. പക്ഷെ അതൊന്നും കോടതി കേട്ടില്ല. അവൾക്ക് അവകാശമുണ്ട്. മരണം തെരഞ്ഞെടുക്കാനുള്ള അവകാശം മനുഷ്യന് കൊടുക്കുന്ന നിയമങ്ങളെ കുറിച്ച് ഈ അടുത്ത നാളില് ലയോ മാർപ്പാപ്പ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. മരിക്കാനുള്ളത് ഒരു വ്യക്തിയുടെ അവകാശമാണെന്ന് വന്നാൽ പിന്നെ കൊല്ലുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ട് മാറും. ഇനി ദയാവധമൊക്കെ ദുരുപയോഗിക്കാനായിട്ട് തുടങ്ങിയാൽ ഈ ദയാവധത്തിന് ആഗ്രഹമില്ലാത്തവരും ഒരുപക്ഷെ സമ്പത്തിന്റെയും മറ്റ് കാര്യങ്ങളുടെയും ഒക്കെ പേരിൽ വളരെ പെട്ടെന്ന് അവരൊക്കെ മൃതിയടയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. മരണത്തിനുള്ള അവകാശം ഒരിക്കലും മനുഷ്യന് കൊടുക്കരുത്. ജീവൻ ദൈവത്തിന്റെ ദാനമാണെങ്കിൽ മരണം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ഓരോ വ്യക്തിയും എത്ര കാലം ജീവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ശാസ്ത്രം പുരോഗമിച്ചെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കാര്യങ്ങളിൽ കൈകടത്തുമ്പോൾ മരിക്കാനുള്ള അവകാശവും നമുക്ക് ഓരോരുത്തർക്കും വേണമെന്ന തീരുമാനത്തോടു കൂടിയൊക്കെ പോകുമ്പോൾ നമ്മൾ മരണ സംസ്കാരത്തെ പിന്തുണയ്ക്കുന്നവരായിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ള അവകാശമാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മളിപ്പോൾ ഈ യുദ്ധങ്ങളിലൂടെ 10,000-കണക്കിന് പേര് ഓരോ ദിവസവും മരണമടയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ നമ്മള് ഗാസയിലും അതുപോലെ ഫലസ്തീനിലും ഇസ്രായേലിലും ഒക്കെ മരണമടഞ്ഞ അത്രയും പേര് മരിച്ചിട്ടില്ല, അത്രയും പേര് കൊല്ലപ്പെട്ടിട്ടില്ല. എന്നാൽ അതിനേക്കാളൊക്കെ എത്ര അധികമാണ്, 10 മടങ്ങ് ശിശുക്കളാണ് അമ്മമാരുടെ ഉദരങ്ങളിൽ തന്നെ മരണമടയുന്നത്. എത്ര സങ്കടകരമായ ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ആർക്കും ദുഃഖമില്ല. എത്രയോ വലിയ ശാസ്ത്രജ്ഞരാകേണ്ടവർ, എത്രയോ വലിയ പ്രതിഭകളാകേണ്ടവർ, ഏതെല്ലാം തരത്തിൽ ഈ ലോകത്തിന് നന്മ ചെയ്യേണ്ടവരാണ് അമ്മമാരുടെ ഉദരങ്ങളിൽ വെച്ച് തന്നെ നശിപ്പിക്കപ്പെടുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആ ജീവന്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മുടെ സംസ്കാരത്തിന് സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വലിയ വേദന കൂടിയാണ് നമ്മൾ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മള് ആരും ഇല്ലെങ്കിൽ തന്നെയും, ആരും കൂടെ ഇല്ലെങ്കിൽ തന്നെയും സഭ എന്നും പ്രോ ലൈഫിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കും. അത് പരിശുദ്ധ പിതാവ് പറഞ്ഞതുപോലെ 12 പേരിലേക്ക് ചുരുങ്ങിയാലും സത്യം വിളിച്ചു പറയുന്നതിൽ നിന്ന് സഭ ഒരിക്കലും പിന്മാറരുത്. നമ്മള് 2.6 ബില്യൺ ക്രിസ്ത്യാനികളുണ്ട് ഈ ലോകത്തിൽ. പക്ഷെ ഇത് തുടങ്ങിയത് 12 ശിഷ്യന്മാരിൽ നിന്നാണ്. മാർപ്പാപ്പ പറഞ്ഞു, നമ്മൾ വീണ്ടും ഈ 2.6 ബില്യണിൽ നിന്ന് 12 പേരിലേക്ക് ചുരുങ്ങിയാൽ പോലും സത്യം വിളിച്ചു പറയുന്നതിൽ നിന്ന് സഭ ഒരിക്കലും പുറകോട്ട് പോകരുത്. അത് തന്നെയാണ് ഈ പ്രോ ലൈഫ് പ്രവർത്തനങ്ങളിലും സഭ എന്നും ഉയർത്തിപ്പിടിക്കുന്നത്. ജീവന്റെ മൂല്യം അത് ലോകത്തോട് പറയാതിരിക്കാൻ സഭയ്ക്ക് ഒരിക്കലും സാധിക്കുകയില്ല. കാരണം ദൈവമാണ് മനുഷ്യ ജീവൻ സൃഷ്ടിച്ചത്.
അതൊരിക്കലും മനുഷ്യന്റെ തെരഞ്ഞെടുപ്പല്ല. എന്റെ മാതാപിതാക്കൾ എന്റെ തെരഞ്ഞെടുപ്പല്ല. എന്റെ എനിക്ക് ആദ്യ വർഷങ്ങളിൽ കിട്ടിയത് ഒന്നും തന്നെ എന്റെ തെരഞ്ഞെടുപ്പല്ല. ഒരു പ്രായം വരെ, ഒരുപക്ഷെ ഒരു പക്വതയുടെ പ്രായം വരെ പലതും മറ്റു പലരുമാണ് എനിക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്നത്. എന്റെ വിദ്യാഭ്യാസവും ഒരുപക്ഷെ ഞാൻ ആരാകണം എന്നത് പോലും തിരഞ്ഞെടുക്കുന്നത് മാതാപിതാക്കളായിരിക്കുന്ന ഈ ലോകത്താണ്. ജീവനെ അനുവദിക്കാനും നശിപ്പിക്കാനുമുള്ള അവകാശം മനുഷ്യന് വേണമെന്ന് പറയുന്നത്, മരിക്കാനുള്ള അവകാശം മനുഷ്യന് വേണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആളെണ്ണത്തിൽ കുറഞ്ഞു പോയാലും നമ്മളുടെ ശബ്ദം ഒരിക്കലും നേർത്തതാവുന്നില്ല. സത്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരുടെ ഒരു വലിയ ഒരു വിടവ് ഈ ലോകത്തിൽ എന്നുമുണ്ട്. ആ വിടവിനെയാണ് നമ്മൾ നികത്താനായിട്ട് പരിശ്രമിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ജീവന്റെ സംരക്ഷകരാകാനായിട്ട് പരിശ്രമിക്കാം. മദർ തെരേസ പറയുമായിരുന്നല്ലോ, കുഞ്ഞുങ്ങളെ കൊല്ലരുത്, അമ്മമാരുടെ ഉദരങ്ങളിൽ ഗർഭചിത്രത്തിലൂടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊല്ലരുത്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ എനിക്ക് തന്നേക്കുക, ഞാൻ അവരെ വളർത്തിക്കൊള്ളാം. എത്രയോ പേരാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നത്. നമ്മുടെ കന്യാസ്ത്രീകള് അവര് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നില്ലെങ്കിലും അവര് കന്യാത്വമെന്ന വ്രതം പാലിക്കുന്നവരാണെങ്കിലും അവരെത്രയോ മക്കൾക്കാണ്, ആയിരക്കണക്കിന് മക്കളെയാണ് അവർ ഈ ലോകത്തിൽ എടുത്തു വളർത്തി ഈ ലോകത്തിന് സമ്മാനിച്ചവര്. അവരുടെ ഇടയിൽ എത്രയോ വലിയ പ്രതിഭകളുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ഓർഫനേജിന്റെ ശതാബ്ദിയിൽ പങ്കെടുക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ വന്നതിൽ അവിടുത്തെ ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥ, എനിക്ക് തോന്നുന്നു ADM-ഓ മറ്റോ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. അവരാണ് അധ്യക്ഷ. അവര് പറഞ്ഞു, ഞാനും ഈ ഭവനത്തിൽ വളർത്തപ്പെട്ട വ്യക്തിയാണ്, എന്നെയും ഇവിടെ കൊണ്ടാണ് ഉപേക്ഷിച്ചത്, ഇവരാണ്, ഈ സിസ്റ്റേഴ്സ് ആണ് എന്നെ വളർത്തിയത്. എന്തോ ഒരു വലിയൊരു സാക്ഷ്യമാണ് ലോകത്തോട് നമ്മൾ കൊടുക്കുന്നത്. അതാണ് ചുറ്റോട് ചുറ്റും മനുഷ്യ ജീവനെ രക്ഷിക്കാൻ എത്രയോ പേരുണ്ട്, ഈ മക്കളെയൊക്കെ വളർത്താൻ എത്രയോ പേരുണ്ട്. ഈ സഭയുടെ സേവനങ്ങളെ ഒക്കെ ഒത്തിരി പേര് ഇന്ന് അപഹസിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊന്നും കാണാതെ പോകുന്ന ഒരു വലിയ ഒരു ശുശ്രൂഷയാണ് ഉപേക്ഷിക്കപ്പെട്ടവരെ പൊന്നുപോലെ എടുത്തു വളർത്തുന്ന നമ്മുടെ കന്യാസ്ത്രീകളും നമ്മുടെ ഈ സഭാ സ്ഥാപനങ്ങളുമെല്ലാം. അതുകൊണ്ട് ജീവൻ ഒരിക്കലും ആരുടെയും അവകാശമായിട്ട് മാറരുത്. അത് ദൈവത്തിന്റെ ദാനമാണ്. അത് സ്വീകരിക്കുമ്പോൾ, അത് ലഭിക്കുമ്പോൾ അത് സ്വീകരിക്കുക. അത് എത്രത്തോളം ലഭിച്ചാലും അത് സ്വീകരിക്കുക. ദൈവമാണ് നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരുന്നത്. എത്രയോ ദമ്പതികൾക്ക് ഇത് മക്കളില്ല. മക്കൾ ഒരിക്കലും ആരുടെ അവകാശമല്ല, ദാനമാണ് എന്നുള്ളത് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ ന്യൂജൻ ദമ്പതികളൊക്കെ കുഞ്ഞുങ്ങളെ പ്ലാനൊക്കെ ചെയ്യും. ആദ്യത്തെ 5 വർഷം ഞങ്ങൾക്ക് പിള്ളേര് വേണ്ട, 6ാമത്തെ വർഷം ഞങ്ങൾക്ക് കൊച്ചുണ്ടാവും. എന്താണ് ഉറപ്പ് സുഹൃത്തെ നിങ്ങൾക്ക്? ആ 6ാമത്തെ വർഷം നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവുമെന്ന് എന്താണ് ഉറപ്പ്? ആദ്യത്തെ വർഷം കിട്ടിയാൽ സ്വീകരിച്ചുകൊള്ളുക എന്നല്ലാതെ നിങ്ങൾക്ക് വലിയ പ്ലാനിംഗ് ഒന്നും കുഞ്ഞുങ്ങളെ വെച്ച് നടത്താനായിട്ട് സാധിക്കുകയില്ല. കാരണം ഇത് ദൈവത്തിന്റെ ദാനമാണ്. അതാണ് ഈ പ്രോലൈഫ് പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദിവസം ഈ മാർച്ച് ഫോർ ലൈഫ് സംഘടിപ്പിക്കുന്ന നമ്മുടെ അതിരൂപതയുടെ ഫാമിലി അപ്പോസ്റ്റലേറ്റിന്റെ പ്രോലൈഫ് മിനിസ്ട്രിയിലെ എല്ലാ അംഗങ്ങളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. നമുക്ക് ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ തന്നെയും എന്നും നമുക്ക് പറ്റാവുന്ന തരത്തിലെല്ലാം ലോകത്തോട് ഈ ഒരു സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.